എടാ വാതിലടച്ച മമ്മദിനെ ഒന്നുകൂടെ കാപ്പി ഇടാൻ പറഞ്ഞു വിട്, അത്ര നേരം കാണണ്ടല്ലോ. പാവള ചെക്കനടാ, ഞാൻ സംഭവം എന്താ അറിയാം, അവനെ ചെറിയ ചെക്കനല്ലേ, പ്രായത്തിന്റെ സംഭവം മനസ്സിലാവും, പ്രായത്തിന്റെ പ്രശ്നമായി എനിക്കറിയില്ല. ഇടക്ക് സത്യം പറഞ്ഞാൽ ഇടക്കിടക്ക് നല്ല ദേഷ്യം വരും, സത്യം പറയാം ഇടക്ക് നല്ല ദേഷ്യം വരും. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും എന്നല്ലടാ ഉപ്പൊന്നും ഇല്ലാത്തല്ലടാ, ഉപ്പില്ലാത്ത ചെക്കനല്ലേ, നമ്മ ഇതാക്കിയില്ല പിന്നെ ആര് നോക്കാനാണ് അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു സിമ്പത്തിൻ്റെ ഓർത്ത് ഞാൻ ഇപ്പം എത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫുഡ് സത്യം പറഞ്ഞാൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയ കാലം മറന്ന്. ഇന്നലെ ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി, ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കിയിട്ട് കുക്ക് നാട്ട് കൊണ്ടുവന്നിട്ട് ഇതുവരെ ഫുഡൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. പിന്നെ അവൻ്റെ അവസ്ഥയും ഇതുവരെ അറിയുന്നതുകൊണ്ട് ഞാൻ എത്തിക്കുന്നതാണോ മനസ്സിലാവും. ടീഷർട്ട് ടീഷർട്ട് ആണെന്നുണ്ടോ? ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോടാ? ഇല്ലല്ലേ. ഇത് സത്യം പറഞ്ഞാൽ ഇത് അൺറിലീസ്ഡ് ആണ്. ഞാൻ ഇങ്ങനെ ഇട്ട് നടക്കുന്നത് ശരിയല്ല, അൺറിലീസ്ഡ് നമ്മളെ മേച്ചാണിത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് നടക്കാൻ പറ്റില്ല. കമ്പനി അറിഞ്ഞത് അല്ല, അത് കാണിക്കാൻ പറ്റില്ല. അവിടെ മയില് ഇതിന് കോൺട്രാക്ട് ഉണ്ടടാ, ഒരു കമ്പനിയിൽ കോൺട്രാക്ട് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കാർത്തിക് സൂര്യന്റെ കമ്പനി ഇല്ലേ, അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഞാൻ മറിച്ച് ഇറക്കിയത്. 2-3 ഡിസൈൻസ് ഉണ്ട്, പക്ഷെ 3 ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഓർമ്മയില്ലാണ്ട് ഈ ടീഷർട്ട് എടുത്ത് ഇട്ടതാണ്. അങ്ങനെ സീനൊന്നുമില്ല, ഇട്ടെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാർത്തിക് സൂര്യൻ നമുക്ക് അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഇത് റിലീസാകുന്നതിന് മുന്നേ കാണിക്കാൻ പറ്റൂല, അങ്ങനെയല്ലേ? ഞാൻ കാണിക്കൂല. കാണിക്കടാ, ചാറ്റ് പറ, കാണിക്കടാ. എടാ ഇത് എന്റെ മേച്ചടാ. മാക്ക് എവിടെയാണ്? മാക്ക് ഉറങ്ങാന്ന് നോക്കിയ ഉറങ്ങാ. ആ വാതിലടക്ക്, ഈ വാതിലടക്ക്, 2 വാതിലടക്ക്. നീ എപ്പോൾ ഈ വാതിൽ തുറന്നിട്ടിട്ട് പോകുന്നത്? എടാ മമ്മുന്റെ മെയിൻ പ്രശ്നം പറയട്ടെ, മമ്മ എല്ലായിടത്തും വാതിൽ തുറന്നിട്ടിട്ട് പോകും. ഏടെ നമ്മള് പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും, ഇപ്പുറത്തെ ലോക്ക് ചെയ്താ ഏടെ നമ്മള് പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും AC, ഫാന്, ലൈറ്റ് എല്ലാം ഓണാക്കിയിടും. എല്ലാം ഓണാക്കിയിട്ടാ പോവാ ഫുൾ ടൈം. കറണ്ട് ബില്ല് എത്രയാണ്? കറണ്ട് ബില്ല് കാണിച്ചേ. അത് കറണ്ട് ബില്ലാണോ? അടുത്ത് കറണ്ട് ബില്ലല്ലേ? ആണോ? കാണിക്ക. ഇവിടുത്തെ കറണ്ട് ബില്ലാണിത്. ഓക്കെ, ഈ നായിന്റെ മമ്മു പറഞ്ഞ ഇത്രയും കാലം ഇതാ മുന്നത്തെ ബില്ല് നോക്കിയോ? മുന്നത്തെ ബില്ല് നോക്കിയ കാണുന്നുണ്ടോ? മുന്നത്തെ ബില്ല് ഇതാണ്. മുന്നത്തെ ബില്ല് ഇതാ 5000 ചില്ലറ. മമ്മു വന്നതിന് ശേഷമുള്ള ബില്ല് നോക്കിയ നിങ്ങള്. മമ്മു വന്നതിന് ശേഷമുള്ള ബില്ല് നോക്കിയ കറണ്ട് ബില്ലാന്നിത്. ആകെ ഇവിടെ ഞാൻ ഈ PC ഓണാക്കും, ലൈവിന്റെ ടൈം മാത്രം PC ഓണാക്കും, പിന്നെ ഈ AC ഓണാക്കും, പിന്നെ ഈ ഫാൻ ഓണാക്കും. ഈനാണ്. പിന്നെ ഇവന്റെ റൂമിൽ ഇവനെ എല്ലാ ഇതിലും ബാത്റൂമിൽ എല്ലാം ഇട്ട് വെക്കും, എപ്പോൾ എല്ലാം ഇട്ട് വെച്ചിട്ടാവും. അത്ര പറഞ്ഞാലും കേൾക്കൂല. ഞാൻ പിന്നെ ചെറുതല്ലേ ചെക്കനല്ലേ ഞാൻ വെച്ചിട്ട് ഇങ്ങനെ വിട്ട് ഇങ്ങനെ എനക്കൊന്നും ഞാൻ വിട്ട് തരുന്നോണ്ടാ എനിക്ക് കൂടുതൽ. ഗ്യാസ് ഓഫ് ആക്കാൻ അന്ന് പോയെ. ഗ്യാസ് ഓഫ് ആക്കാനോ? ഗ്യാസ് ഓഫ് ആക്കാണ്ട് അന്ന് പോയെ. മാക്കെന്തോ ഫോണായിട്ട് എടുക്കാൻ മനസ്സിലായില്ല. ഗ്യാസ് ഫുഡാക്കിയിട്ട് പാത്രം അങ്ങോട്ടേക്ക് വെച്ച് ഗ്യാസ് ഓഫ് ആക്കാണ്ട് ഞാൻ പോയി താഴേക്ക്. അപ്പൊ മാക്കിന് എന്തോ എടുക്കാൻ വന്നേരം മാക്ക് കണ്ടുകൊണ്ട് ഇതായി രക്ഷപ്പെട്ടു. അള്ളാണ് നീ ഗ്യാസ് ഓഫ് ആക്കാണ്ട് പോയി. നീ എന്താണ് ഒരു നാണമാലാണ് എന്റെ മുഖത്തോക്കിൽ ഇത് പറയാം. നിനക്ക് എവിടുന്നാണ് ഇത്രയും അഹങ്കാരം വെച്ചത്? നിനക്ക് ഇങ്ങനെ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കൂല എന്നുള്ള എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടോ നിനക്ക്? ഉണ്ടല്ലേ എന്തോ ഒരു സാധനം നീ കിട്ടിയാലേ. ആരും നിന്നോട് പറഞ്ഞല്ലോ അത്? അന്നേരണ്ട് ഞാൻ പോവാന്. മമ്മു എനിക്ക് ചായ കുടിച്ചേട്ടെ, ഒഴിവാക്ക ഗ്ലാസും കൊടുത്ത് വിടാം. എന്ത് ഈജിപ്തിൽ പോയി കഴിഞ്ഞാ ഞാനൊരു പോവാണ്ട് പാർട്ടി അടുത്തേക്ക് കൊച്ചിയിൽ വേറെ
അതന്നെ കൊച്ചിയില് ഏത് പാർട്ടി? ഹോളിഡേ. ഹോളിഡേ ഇല്ല, പാർട്ടിക്ക് പോവും. ആരൊന്നിച്ച് പോവും? ആര് നിന്നെ കൂട്ടും? നിന്നെ ആരും കൊണ്ടുപോകും? അവിടെ പാർട്ടിക്കാരനും മോനെ 19 വയസ്സാണ്, നിൽക്കി 21 വയസ്സാണോ പാർട്ടിക്കാരൻ, അതറിയോ? ഞാൻ കുഞ്ഞു കൊടുക്കും സെക്യൂരിറ്റിക്ക്, കൊടുക്കും 90 റുപ്യക്ക് 10 രൂപ. കാര്യം ഹോളിഡേ ഇവൻ ഇനി വേണ്ടെന്ന് പറയുന്നുണ്ടോ കാര്യം? എനിക്കിപ്പോ തോന്നുന്നുണ്ട് കേട്ടോ, എനിക്കിപ്പോ തോന്നുന്നുണ്ട് സത്യം പറയാലോ. ഞാൻ സിനിമ കയറിയാലോ എന്ന് ആലോചിക്കല. എന്താ അഭിപ്രായം? വെടിയായിട്ട് കയറിക്കും സിനിമയില്. അത് ശരിയല്ലേ, പ്രൊഡക്ഷനിൽ ഇങ്ങനെ വെടി. പെണ്ണിനെ സെറ്റാക്കി. ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പിന്നെ ഓവർ ആവാൻ തുടങ്ങി കാര്യം. എനക്കും അതാ തോന്നിപ്പോ. ഞാൻ പോട്ടെന്നാൽ പോയിക്കോ, അതാ നല്ലത്. ഇപ്പൊ പോവാം. ഇപ്പൊ ബസ് എപ്പോ നോക്കിയാ 19 അല്ല 18. നിനക്ക് 19 18 19 വേണണ്ടാ 18. മയില്. ഇവന് 18 വയസ്സായ ഇവന് മയില്. ഞാൻ 19 വിചാരിച്ചു. അല്ല, അവന് 17 എന്തോ ആണെന്നാ. എനക്ക് അറിയില്ല, ഞാൻ ഇതുവരെ പ്രൂഫ് കണ്ടിട്ടില്ല. ഇവൻ പറയുന്നേന്നത് ഇവന്റെ ഉമ്മ സത്യം ഇടുന്നോണ്ട് ഞാൻ വിശ്വസിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നേ. ഇത് ഗ്ലാസും കൊണ്ട് അപ്പുറത്ത് പോയോ? ഉറങ്ങാന്നാ? അതെന്താ? നല്ല ക്ഷീണം. പോയിട്ട് ഉറങ്ങാം. എന്നെ വിളിക്കൂലേ? ഞാൻ വിളിക്കാം. എത്ര മണിക്ക് വിളിക്കും? നീ ഉറങ്ങിക്കോ, ഞാൻ വിളിക്കാം. മമ്മുനെ കോളേജിലേക്ക് വിടുന്നടാ. ഞാൻ കുറേ പറഞ്ഞു ഈ സാധനം നിങ്ങളെക്കാളും മുന്നേ ഞാൻ ചിന്തിച്ച്. കാരണം ഇവന് 18 വയസ്സിൽ ഇവ കോളേജിൽ സ്കൂളിൽ മാറ്റാടി. ഇവന് 10ാം ക്ലാസ് കഴിഞ്ഞതാ. ഇവൻ +1 പോലും പോയിട്ടില്ല. ഇവന് സ്കൂളിലേക്ക് അയക്കേണ്ടത്. ഞാൻ കുറേ ഇവനോട് പറഞ്ഞു നോക്കി. ഇവന് ഒരു താല്പര്യം കാണിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇവനെങ്ങനെ സ്കൂളിലോ കോളേജിലോ പോകില്ല എന്നാണ് പറയുന്നത്. ഞാൻ കുറേ പറഞ്ഞു നോക്കി. പിന്നെ നമ്മൾ ഇത് ഇഷ്ടമല്ലാത്ത ഒരാളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി കോളേജിലിടുന്നത് ശരിയല്ല. അത് പണ്ട് എനിക്ക് സീനുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്ത് തന്നെ അത് പാരൻസ് എല്ലാം നമ്മളോട് ചെയ്യുന്ന പോലത്തെ സംഭവമാവും. മനസ്സിലാവും? ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ല. മനസ്സിലാവും? എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ ചുക്കാപ്പി ഉണ്ടാക്കുന്നത്? സ്പീഡ് ഷെഫ് ഷെഫ് മമ്മു.